ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, അതുപോലെ തന്നെ പാരലൽ ഇൻ പാരലൽ ഔട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ മീൻസ് ഇവിടെ രണ്ട് ഡയറക്ഷനിലും ഷിഫ്റ്റിംഗ് പോസിബിൾ ആണ്. A bidirectional shift register is a logical digital circuit that can shift binary data in both left and right directions controlled by a mode or control signal. അതായത് ഒരു മോഡ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽ അനുസരിച്ച് നമുക്ക് ഡാറ്റയെ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്റ്റഡ് ഇൻ എ ചെയിൻ അലൗവിംഗ് ഡാറ്റ ടു ബി മൂവ് either way depending on the control input. കൺട്രോൾ ഇൻപുട്ട് അനുസരിച്ച് ഡാറ്റയെ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സിന് സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ടാണ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ ബിൽഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാം. ടിപ്പിക്കലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് കാസ്കേഡഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് കൺട്രോൾ ലോജിക് ടു സെലക്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് ഷിഫ്റ്റ്. റൈറ്റ് ഷിഫ്റ്റ് ആണോ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണോ എന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു കൺട്രോൾ ലോജിക് എവിടെ ഉണ്ടാവും. മാത്രമല്ല ഒരു കൺട്രോൾ സിഗ്നലാണ് ഷിഫ്റ്റിംഗ് ഡയറക്ഷൻ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാരലൽ ലോഡ്, അതുപോലെ തന്നെ ക്ലിയർ ഇൻപുട്ടും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരു ഡാറ്റ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് നടക്കുക എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ 0110 എന്ന് പറയുന്നൊരു ഡാറ്റ ഇവിടെ നൽകിയിട്ടുണ്ട്. 4 ബിറ്റ് ഡാറ്റയാണ്. ഈ ഡാറ്റയെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാമെന്ന് നോക്കാം. അതായത് 0110 റൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 0 ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ 0 ഓൾറെഡി എലിമിനേറ്റ് ആയി പോയി, കാരണം റൈറ്റിലേക്ക് അത് മൂവ് ചെയ്തു. 010 എന്ന് കിട്ടി. അഗെയിൻ ഈ ഒരു സ്പേസ് അവിടെ വേക്കൻ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ. സോ വേക്കൻ്റ് ആയിട്ട് വരുന്ന പൊസിഷനിലേക്ക് 0 തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 0010 എന്നാണ് നമുക്ക് ഷിഫ്റ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ 0100 നമുക്ക് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ 0 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത് അല്ലേ. അതായത് 0 ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. സോ 100 എന്ന് ലഭിക്കുന്നു. എഗെയിൻ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വരുന്നു. അതിന് നമുക്ക് 0 വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് 0100 എന്ന് പറയുന്നത് 8 എന്ന ഡെസിമൽ വാല്യൂവിന് ഈക്വലൻ്റ് ആണ്. അതുപോലെ തന്നെ 0010 എന്ന് പറയുന്നത് 2 എന്ന ഡെസിമൽ വാല്യൂവിന് ഈക്വലൻ്റ് ആണ്. അതായത് നമ്മുടെ ഒറിജിനൽ നമ്പർ എന്തായിരുന്നു? അതായത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ എന്ന് പറയുന്നത് 0100, അത് 4 എന്ന് പറയുന്ന നമ്പറിന് ഈക്വലൻ്റ് ആണ്, ഡെസിമൽ റിസൾട്ട് ആണ്. ഷിഫ്റ്റ് ലെഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. അതുപോലെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂ ആണ് ലഭിക്കുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആണ്. ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ലഭിക്കുന്നത്. സോ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിലെല്ലാം നമ്മൾ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. ഷിഫ്റ്റ് റൈറ്റ് മോഡ് ആണെങ്കിൽ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡാറ്റ ബിറ്റ്സ് ഷിഫ്റ്റിലേക്കാണ്, റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് മോഡ് ആണെങ്കിൽ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഡാറ്റ ബിറ്റ്സ് ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല കൺട്രോൾ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് ഇത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുക എന്ന് നോക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഇവിടെ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. D1, D2, D3, D4. മാത്രമല്ല ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്? Q1, Q2, Q3, Q4. ഇവിടെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും 2 ആൻഡ് ഗേറ്റ്, ദെൻ അതൊരു ഓർ ഗേറ്റ് വഴി പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q1 എവിടെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഡയറക്റ്റ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കല്ല, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിൽ വഴിയാണ് ഇൻപുട്ടായിട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് Q2 എന്ന് പറയുന്നത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് Q4 എന്ന് പറയുന്നത്. Q4 എന്താ ചെയ്തിരിക്കുന്നത്? തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻപുട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? Q3 ആണ്. ഈ Q3 എങ്ങനെ വന്നിരിക്കുന്നത്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ
ഫോർത്ത്, അതായത് ഈ 4 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് Q2 എന്ന് പറയുന്നത് അല്ലേ. ആ Q2 ഇവിടേക്കാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെക്കൻഡ് ആൻഡ് ഗേറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതേ രീതിയിലാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ RL എന്ന് പറയുന്നത് കാണാം. ഇതാണ് ഇവിടെ കൺട്രോൾ ലോജിക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ RL എന്ന് പറയുന്നത് ഹൈ ആവുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഹൈ ആവുന്ന സമയത്ത് 1, 3, 5, 7 ഇത്രയും ആൻഡ് ഗേറ്റ് ആയിരിക്കും അവിടെ എനേബിൾ ആകുന്നത്. മാത്രമല്ല 2, 4, 6, 8 എന്ന് പറയുന്നത് അവിടെ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ RL എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? 2, 4, 6, 8 ഈ ആൻഡ് ഗേറ്റ് ആയിരിക്കും അവിടെ എനേബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ 1, 3, 5, 7 എന്ന് പറയുന്നത് ഡിസേബിൾ ആയിരിക്കും. സോ 2, 4, 6, 8 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് ആണ് അവിടെ എനേബിൾ ആയിരിക്കുന്നത്. അതായത് ഡാറ്റ മൂവ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. കാരണം ഔട്ട്പുട്ട് അങ്ങനെയല്ലേ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ലെഫ്റ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് മീൻസ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഷിഫ്റ്റിംഗ് പോസിബിൾ ആണ്. സോ ഷിഫ്റ്റിംഗ് നടക്കുന്നത് കൺട്രോൾ ലോജിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഷിഫ്റ്റിംഗ് അവിടെ നടക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, കേസ് 1 ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ്, അതായത് RL ഹൈ ആവുന്ന സമയത്ത് 2, 4, 6, 8 ആണ് ഡിസേബിൾ ആവുന്നത്, 1, 3, 5, 7 ഇനേബിൾ ആവും. സോ റൈറ്റിലേക്ക് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ RL ലോ ആവുന്ന സമയത്ത് 2, 4, 6, 8 ആണ് ഇനേബിൾ ആവുന്നത്. സോ ലെഫ്റ്റിലേക്കാണ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വർക്കിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുന്നത്. ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്തതായിട്ടൊരു കമ്പാരിസൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് യൂണി ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററും അതുപോലെ തന്നെ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ. യൂണി ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് അവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ച സീരിയൽ ഇൻ സീരിയൽ ഔട്ട് അതുപോലെ തന്നെ സീരിയൽ ഇൻ പാരൽ ഔട്ട് ഇതെല്ലാം യൂണി ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ്. അതേസമയം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബൈ ഡയറക്ഷണൽ. സോ അതിൻ്റെ കമ്പാരിസൺ ഈസി ആണല്ലോ. യൂണി ഡയറക്ഷൻ മീൻസ് ഓൺലി 1 ഡയറക്ഷനിലാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെ ബോത്ത് ഡയറക്ഷനിൽ നടക്കുന്നുണ്ട്. കൺട്രോൾ സിഗ്നൽ യൂണി ഡയറക്ഷനിൽ ഉണ്ടാവണമെന്നില്ല. കൺട്രോൾ സിഗ്നൽ യൂണി ഡയറക്ഷനിൽ ഇല്ല. അതേസമയം ബൈ ഡയറക്ഷനിൽ ഒരു കൺട്രോൾ സിഗ്നൽ ആവശ്യമാണ്. ഒരു സിമ്പിൾ ഡിസൈൻ ആണ് യൂണി ഡയറക്ഷണൽ. അതേസമയം ബൈ ഡയറക്ഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചുകൂടി കോംപ്ലക്സ് ആണല്ലേ. ആൻഡ് ഗേറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ ഗേറ്റ്സ് ഒക്കെ അവിടെ ആവശ്യമാണ്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് സെയിം തന്നെയാണല്ലേ. 4 ബിറ്റ് ആണെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് വേണ്ടത്. അത് രണ്ടിലും സെയിം തന്നെയാണ്. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ എങ്ങനെയാണ്? ഇവിടെ 1 വേയിലേക്ക് മാത്രമാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇവിടെ ബോത്ത് വേസിന് ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്. സ്പീഡ് ഇപ്പോൾ ഇവിടെ യൂണി ഡയറക്ഷനിൽ സ്ലൈറ്റ്ലി ഫാസ്റ്റർ ആണ്, കാരണം സിമ്പിൾ ഡിസൈൻ ആണ് കമ്പയർഡ് ടു ബൈ ഡയറക്ഷണൽ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഒരു ടെമ്പററി സ്റ്റോറേജ് അല്ലെങ്കിൽ സീരിയൽ ടു പാരലൽ കൺവേർഷൻ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബൈ ഡയറക്ഷൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ബൈ 2 അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് വരുമ്പോൾ യൂസ് ചെയ്യും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യും. ദെൻ അത് ഹാർഡ്വെയർ കോസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യൂണി ഡയറക്ഷണൽ ലോവർ ആണ്. അതേസമയം ബൈ ഡയറക്ഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഹയർ ആണ് ഹാർഡ്വെയർ കോസ്റ്റ്. ഫ്ലെക്സിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ യൂണി ഡയറക്ഷൻ ലെസ് ഫ്ലെക്സിബിൾ ആണല്ലേ, കാരണം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നുള്ളൂ. അതേസമയം ബൈ ഡയറക്ഷണൽ മോർ ഫ്ലെക്സിബിൾ ആണ്. സോ മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് അതിൽ പോസിബിൾ ആണ്. ഇംപ്ലിമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ യൂണി ഡയറക്ഷൻ ഈസ് വെരി ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്. സോ കമ്പയർഡ് ടു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ യൂണി ഡയറക്ഷനിൽ വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക്